നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഡോബിയുടെ ഇല്ലിസ്ട്രേറ്റർ സോഫ്റ്റ്വെയറിൽ വരച്ച് എന്തെങ്കിലും ഒരു വെക്ടറോ അല്ലെങ്കിൽ ഇമേജോ എന്തെങ്കിലും കാർട്ടൂണിക് സാധനങ്ങൾ വരച്ച സാധനം നമുക്ക് നേരെ ഫ്യൂഷനിൽ ഡാവിഞ്ചിയുടെ ഫ്യൂഷനിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ, അതിന് ആനിമേഷൻ കൊടുക്കാനൊക്കെ പറ്റണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. സാധാരണ നമ്മൾ അഡോബി ആഫ്റ്റർ എഫക്റ്റിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചിയിലാകുമ്പോൾ നമുക്ക് നോഡുകൾ ആഡ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പിക്ചർ വരച്ചു കേട്ടോ. പിക്ചർ വരയ്ക്കുന്ന ബേസിക്കൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഓരോ പാട്ടിനും നമ്മൾ പേരിട്ട് പോകുന്ന ലെയറിൽ ഓരോ പാട്ടിനും ഇങ്ങനെ പേരിട്ട് പോരുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇല്ലിസ്ട്രേറ്ററിൽ വരയ്ക്കാൻ അറിയാത്തവരും അതുപോലെ ബേസിക് അറിയാത്തവരൊക്കെ നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യും കേട്ടോ. ഇല്ലിസ്ട്രേറ്ററിൻ്റെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത ശേഷം പിന്നെ എന്ത് ചെയ്യുക, ഫയലിൽ വരിക, സേവ് എ കോപ്പി എന്നുണ്ടോ, സേവ് എ കോപ്പി അടിക്കുക. എന്നിട്ട് ഇവിടെ SVG എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ SVG ഉള്ള ഈ ഒരു ഓപ്ഷന് കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഒരു A എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അവിടേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അവിടേക്ക് സേവ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സേവ് ആയി. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഫയലിൽ. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്ക്രിപ്റ്റിൽ വന്നിട്ട് സേവ് ഡോക്യുമെൻ്റ് ആസ് SVG എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. അതും എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ അടിച്ച് കൊടുത്താൽ അവിടേക്ക് സേവ് ആവും കേട്ടോ. കാണിച്ചു തരാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലല്ലേ നേരത്തെ ചെയ്ത്, അവിടേക്ക് തന്നെ ഈ AIൻ്റെ അകത്തേക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ അടിച്ച് കൊടുത്താൽ അവിടേക്ക് സേവ് ആവും കേട്ടോ. നേരെ ഡാവിഞ്ചി ഓപ്പൺ ചെയ്തു, അതിൽ ഫ്യൂഷൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ ബാറിൻ്റെ അകത്ത് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും അല്ലേ. ഈ മെനുവിൽ അത് ഫ്യൂഷൻ എടുത്തിട്ട് ഇമ്പോർട്ടിൽ SVG എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. SVG അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് രണ്ട് മോഡൽ സേവ് ചെയ്ത ഇമേജസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട ഏതാ വെച്ചാൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അവിടെ റെസൊല്യൂഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് HD നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് 4Kയിലേക്കൊക്കെ കൊണ്ടുപോകാം. നമുക്ക് തൽക്കാലം HD മതി അല്ലേ. നമുക്ക് എന്ത് ചെയ്യുക, 1920 ആ ഒരു മോഡിലേക്ക് കൊണ്ടുവന്നാൽ 1080 ഓട്ടോമാറ്റിക് സെറ്റ് ആയിക്കോളൂ അല്ലേ. ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, നമുക്ക് ഇങ്ങനൊരു ഇമ്പോർട്ടായിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് നോഡാണല്ലേ കിട്ടും. ഒരു ഔട്ട്പുട്ടും കിട്ടും, ഒരു ഇൻപുട്ടും കിട്ടും. ഈ ഇൻപുട്ടിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇയർ ഉണ്ട്, ഇയർ കണ്ടോ, ഇയർ ലെഫ്റ്റ് നമ്മൾ വരച്ച എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചൊരു പിക്ചർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നോഡുകൾ. അപ്പോൾ നമുക്കിത് കൊളാപ്സ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട്, ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്റർ ഫയലുകൾ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന് എങ്ങനെ ആനിമേഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. സിമ്പിളാണ്. കുറുക്കൻ നടന്നു പോകുന്നതോ ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ എന്ത് വേണമെങ്കിൽ നമുക്ക് വരച്ച ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ആനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായി ഞാൻ വിളിക്കുന്നത്. മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.